കുറ്റവാളിയാക്കണമെന്നുള്ളൊരു ഇൻറ്റൻഷൻ, ആ ഇൻറ്റൻഷൻ ഇവർക്ക് എവിടുന്ന് വന്നു, അല്ലെങ്കിൽ ഇവർക്ക് ആരാണ് ഇതിനുള്ള ഒരു പരിഗണന കൊടുത്തിരിക്കുക, അല്ലെ ഇവരെ ആരാണ് ഇതിനു വേണ്ടി തള്ളിവിടുന്നത്? അത് നമുക്ക് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാം അല്ലേ. ഇവരുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന എല്ലാ ആളുകളും വേടനെ അറസ്റ്റ് ചെയ്യണം, അല്ലെ വേടനെ പിടിച്ചകത്തിടണോ എന്നുള്ളൊരു പരിപാടി അല്ലെങ്കിൽ ഒരു ചിന്താഗതിയുമായിട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ഈ വേടൻ സംസാരിച്ചത് എവിടേക്കോ കൊള്ളുന്നുണ്ടെന്ന് മുൻപ് വേടൻ പറഞ്ഞു. ആ കൊള്ളുന്നതിൻ്റെ ഫലമായിട്ട് വേടനെതിരെ പല കേസുകളും വന്ന് കഞ്ചാവ്, പുലിപ്പല്ല്, ആയുധശേഖരം, പെണ്ണ് കേസ് വരെ എത്തി നിൽക്കുന്നു. പണ്ടത്തെ മീറ്റ് വരെ കുത്തിപ്പൊക്കിക്കൊണ്ട് പല്ലിനിടെ കുത്തി ഉണപ്പിക്കുന്ന ഒരു പരിപാടിയുമായിട്ട് ഈ പറയുന്ന സംഘപരിവാറും അതേപോലെയാണ് ചാണക സംഖ്യകളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥന് പറയാനുള്ളൊരു കാര്യം, അതായത് വേടന് പോലീസ് സംരക്ഷണം നൽകിയിട്ടില്ല, വേടൻ ഇപ്പോഴും ഒടുവിൽ തന്നെയാണ്, പോലീസ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് കണ്ടു നോക്കിയിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം. അപ്പോൾ വേടന് പോലീസ് സംരക്ഷണം നൽകിയിട്ടില്ല എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാ വിമലാദിത്യ വേടൻ ഒളിവിലാണെന്നും രാജ്യം വിടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലുള്ളതിനാലാണ് അറസ്റ്റിലേക്ക് കടക്കാത്തതെന്നും പുട്ടാ വിമലാദിത്യ പറഞ്ഞു. വേടൻ ഇപ്പോൾ എബ്സ്കോണ്ടിംഗ് ആണ്. അപ്പോൾ അവർ ആന്റിസിപ്പേറ്ററി ബെയിൽ